വചനമൊഴി ജൂലൈ 15. വചനഭാഗം 2 കൊരിന്തോസ് 5:1-7, മർക്കോസിന്റെ സുവിശേഷം 4:21-25. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവരോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വയ്ക്കാനാണോ? ദീപപീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വിളിച്ചിട്ട് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും എടുക്കപ്പെടും. ഈശോയിൽ സ്നേഹമുള്ളവരെ, സുവിശേഷത്തിലൂടെ മിശിഹായുടെ ദൈവരാജ്യ പ്രഘോഷണം ഒരു വിളക്കിന് തുല്യമാണ് എന്ന് ഈശോ പറയുകയാണ്. വിളക്ക് കൊണ്ടുവരുന്നത് പീഠത്തിന്മേൽ വയ്ക്കുവാനാണ്, കട്ടിലിന് കീഴിലോ പറയുടെ കീഴിലോ വയ്ക്കുവാനല്ല. മിശിഹ വന്നത് ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാനാണ്. മിശിഹ വന്നത് ലോകത്തിന് പ്രകാശമാകുവാനാണ്. സത്യദൈവത്തെ പൂർണ്ണതയിൽ മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തുവാനാണ്. അതുകൊണ്ട് തന്നെ ദൈവിക വെളിപാടുകളും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളുമായിരുന്നു ഈശോയുടെ പഠിപ്പിക്കലിലെ പ്രധാനം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടുമെന്ന്. അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് അറിവ് ഉള്ളവന് അത് കൂടുതലായി നൽകപ്പെടും. പഴയ നിയമത്തിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാടുകൾ അതിന്റെ പൂർണ്ണതയിൽ മിശിഹായിൽ നൽകപ്പെടുന്ന കാര്യമാണ്. അതേസമയം ദൈവരാജ്യത്തെക്കുറിച്ച് അറിവ് ഇല്ലാത്തവർ ജനതകളാണ്. ജനതകൾക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് അറിവുകൾ ഇല്ലായിരുന്നു. ഉള്ളതെന്ന് അവർ കരുതുന്നത് ശരിയായ അറിവുമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഉള്ളത് എന്ന് കരുതുന്നത് ഇല്ലെന്നാക്കപ്പെടും എന്ന് പറയുന്നത്. പഴയ നിയമത്തിലൂടെ നൽകപ്പെട്ടിരുന്ന ദൈവിക വെളിപാട് കൂടുതലായി നൽകപ്പെടുന്നത് മിശിഹായിലൂടെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ദൈവത്തെക്കുറിച്ച് ശരിയായ വിധത്തിലുള്ള അറിവില്ലാതെ തെറ്റായ അറിവ് ദൈവത്തെക്കുറിച്ച് ഉണ്ട് എന്ന് കരുതുന്നവരിൽ നിന്ന് അതുകൂടി എടുക്കപ്പെടുമെന്നാണ് ഈശോ പറയുന്നത്. മിശിഹായിലൂടെ നൽകപ്പെട്ട ദൈവിക വെളിപാടിനെ അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാനും വചനത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.